സംസ്ഥാനത്ത് 75.01% പോളിംഗ്. ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് എത്തും എന്ന് കരുതിയിരുന്നു. പക്ഷേ 75% നിന്നിരിക്കുന്നു. 75.75% 2021 രേഖപ്പെടുത്തിയ പോളിംഗ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്തെ ഒരു സ്ഥിതി എന്താണ്? തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം 14 നിയമസഭാ മണ്ഡലങ്ങൾ. തിരുവനന്തപുരം തലസ്ഥാന ജില്ല പിടിക്കുന്നയാൾ സംസ്ഥാനം ഭരിക്കും എന്നൊരു ചൊല്ലുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഒരുപക്ഷെ രേഖപ്പെടുത്തുമെന്ന് കരുതിയ വലിയ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. എന്താണ് തിരുവനന്തപുരത്തെ പോളിംഗ് വിശേഷങ്ങൾ? തിരുവനന്തപുരത്ത് അവസാന നിമിഷവും നാടകീയമായ ചില സംഭവങ്ങൾ നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭീമാപ്പള്ളി UPS മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ചില തർക്കങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നത്. ചേട്ടാ, എന്താ ഇതിനകത്ത് പ്രശ്നം എന്തായിരുന്നു? സാറേ, ഇതിപ്പോ ഒരു കൊച്ചിന് സിൻഡ്രോം ബാധിച്ച ഒരു കൊച്ചാണ്. ആ കൊച്ചിനെയും കൊണ്ട് ഒരു അമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഏകദേശം 1 മണിക്കൂർ അവിടെ ലൈനിൽ നിന്നിട്ട് അവർ ബാഗിനകത്ത് ID കാർഡ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് വന്നത്. കൃത്യം 5:58 ആയപ്പോഴത്തേക്ക് അവർക്ക് അകത്ത് കയറുമ്പോഴത്തേക്ക് ID കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ID കാർഡ് എടുത്തിട്ട് വന്ന സമയം, അവർ പറയുന്ന സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ID കാർഡ് എടുത്തിട്ട് വന്നാൽ മതി. ഒറ്റ നിമിഷം, നമുക്ക് ഈ വോട്ട് ചെയ്യാൻ കഴിയാത്ത ആ യുവതി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി, എന്താ ശരിക്കും പറ്റിയെന്തായിരുന്നു? ഞാൻ അകത്ത് കയറി സ്ലിപ്പ് കാണിച്ച് 200ാമത്തെ ബൂത്താന്ന് പറഞ്ഞ്. എത്ര മണിക്കാണ് കാണിച്ചത്? ഞാൻ 5:50 വന്നപ്പോഴും. വന്നപ്പോൾ അകത്ത് കയറി സ്ലിപ്പ് കാണിച്ചപ്പോൾ ID കാർഡ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൈ എനിക്ക് മറന്നുപോയി, ഞാൻ പിന്നെ മൊബൈലിൽ കിടപ്പുണ്ട് കാണിച്ചിട്ടാന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവർ കോപ്പി എടുത്തിട്ടാന്ന് വിട്ടപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വരാം, വേഗം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. സാറന്മാരുടെയും പറഞ്ഞു. സാറന്മാർ പറഞ്ഞ് 6 മണിക്ക് ശേഷം ആണെങ്കിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അകത്തിരിക്കുന്നവർ മൗന സമ്മതം വ്രതം എന്ന് പറഞ്ഞ് ID കാർഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അകത്തിരിക്കുന്ന വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവർ എടുക്കാൻ വേണ്ടിയില്ലേ, ബൂത്തിന്റെ അകത്ത് ഉള്ളിലിരിക്കുന്നവർ പറഞ്ഞെടുത്തിട്ട് വന്ന് പറഞ്ഞു. ഇതാണ് വയ്യാത്ത കുട്ടിയെ കൊണ്ടാണ് വന്നത്. വന്നിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയില്ല ഇങ്ങനെ ഓട്ടോയിൽ പോയിട്ട് വീട്ടിൽ പോയി എടുത്തിട്ട് വന്നതിന്. അപ്പം അകത്ത് കയറി സാറന്മാർ പറഞ്ഞപ്പോഴേക്കും ഒരു പോലീസുകാർക്കും വിരോധമില്ല. അവർ 2 മെയിനായിട്ട് ഇരിക്കുന്ന സൂപ്രണ്ട് ഓഫീസർമാർക്കാർക്കും വിരോധമുള്ളത് എന്നെ കയറ്റുന്നതിൽ. വേറെ ഒരു സാറന്മാർക്കും വിരോധമില്ല. ബുദ്ധിമുട്ടില്ല വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട്? GK, ഇതാണ് അതായത് ഈ പ്രതിഷേധത്തിന് കാരണം. ഇവിടെ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകർ, ഈ കൗൺസിലർ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താ ഇപ്പൊ ഇവർ പറയുന്നത്? എന്താ അതായത് ഇവർക്ക് ഒരു കയ്യിൽ മാനസിക വെല്ലുവിളികൾ കുഞ്ഞുണ്ട്. അപ്പോൾ ID കാർഡ് ഇല്ലാതെയാണ് വന്നത്. 1 മണിക്കൂറോളം ലൈനിൽ നിന്നിട്ടാണ് വീട്ടിൽ പോയത്. 5:58 ആയപ്പോഴത്തേക്ക് തിരിച്ച് കയറിയതാ. പക്ഷെ വോട്ട് കൗൺസിലർ സംസാരിച്ചിട്ട് അവർ തുറക്കുന്നില്ല. അകത്തുള്ള ഉദ്യോഗസ്ഥർ ഇത് പോയി എടുക്കാൻ പറഞ്ഞിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതെ, അകത്തുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൊണ്ടാണ് അവർ വീട്ടിൽ ID കാർഡ് എടുക്കാൻ പോയത്. പക്ഷെ അത് 6 മണിക്ക് മുമ്പ് അവരെത്തി. 5:58 എത്തിയതാണ്. അപ്പം ഒരു വോട്ട് നിഷേധിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരാണോ? സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതായത് കൃത്യം 5:58 എത്തി, എന്നാൽ കയറ്റി വിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഷഫീദ്. വോട്ടർ ID കൊണ്ടുവന്നാൽ തർക്കമില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസായി കണ്ട ഒരു വോട്ടല്ലേ? ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്താൽ മതി. അങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല ലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ 5:58 നമ്മളിവിടെ ഉണ്ടായിരുന്നു. 5:58 സമയത്ത് ഇവർ ഇവിടേക്ക് എത്തി. അതിന് മുൻപ് തന്നെ ഇത് പൂട്ടി, ഈ പോളിംഗ് ബൂത്തിന്റെ ഗേറ്റ് പൂട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കുഞ്ഞിനെ നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞ് വയ്യാത്ത കുഞ്ഞാണ്. ആ കുഞ്ഞിന് നടക്കാൻ കഴിയില്ല. അവരെയും പിടിച്ചുകൊണ്ടാണ് തിരികെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചറിയൽ രേഖ അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഈ രീതിയിൽ ഈ വിഷയം ഇപ്പോൾ കൈവിട്ടുപോയ സാഹചര്യത്തിലേക്ക് പോയത്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ ഉണ്ട്. അവരടക്കം പ്രതിഷേധം തുടരും എന്നുള്ളതാണ് പറഞ്ഞത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഇളവുകൾ സ്വാഭാവികമാണ്. നമുക്കറിയാം ഈ അവസാന നിമിഷമൊക്കെ പലതരത്തിലുള്ള സാങ്കേതിക കാരണങ്ങളിലും ക്യൂ നിന്നവരെയൊക്കെ പിന്നീട് ചില ഇളവുകൾ കൊടുത്ത് കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മാനുഷികമായ ചില പരിഗണന ജനാധിപത്യത്തിൽ വേണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഈ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നവർ പറയുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇക്കാര്യത്തിൽ പരാതി നൽകും. മാത്രമല്ല കൺട്രോൾ റൂമിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതല്ലാതെ പിരിഞ്ഞു പോകില്ല. ബൂത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെ, ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് വിടാൻ അനുവദിക്കുകയുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്ന കാര്യം. നമ്മൾ അല്പസമയം മുൻപ് അവരുടെ പ്രതികരണം കേട്ടതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പോളിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് അവർ തന്നെ പറയുന്നത്. അതായത് അകത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല, അകത്തുണ്ടായിരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ ആ വിഷയത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ ഈ പ്രതിഷേധം തുടരുകയാണോ? തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധം തുടരുകയാണ്. എത്രമാത്രം നീതി ലഭിക്കുമെന്ന് നമുക്കറിയില്ല. നീതി ലഭിക്കുന്നത് വരെയും തുടരും. നീതി ലഭിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും നമുക്ക് കൗൺസിലർ പറയുന്നത് ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഒരു 5:58 സമയത്താണ് ഇവരിവിടെ വന്നത്. അതായത് ആദ്യം ഇവർ വന്ന് 1 മണിക്കൂർ അകത്ത് നിന്നിട്ട് നമുക്ക് മനസ്സിലായി 5:58 വന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് കയറ്റില്ല എന്ന് പറഞ്ഞത്. അതിന് ആദ്യം ജനങ്ങൾ ഒന്ന് പ്രതിഷേധിച്ചതാണ്. നമ്മളിത് രണ്ടാമത് പിന്നെയും ഒന്നുകൂടെ പ്രതിഷേധിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിന് ഇത്രമാത്രം ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രമാത്രം അത് എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. ഏതായാലും ഇതാണ് ഈ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്നിട്ടുള്ള അവസാന നിമിഷത്തെ പോളിംഗ്, അവസാന നിമിഷത്തെ കാഴ്ച. സ്വാഭാവികമായി നമുക്കറിയാം വലിയ പോളിംഗ് അത് തിരുവനന്തപുരത്തെ നഗരമണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിലും അതേപോലെ തന്നെ അതാ ഇപ്പോൾ ഈ ചിലയുടെ കൗൺസിലർ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്ന് സംസാരിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൗൺസിലർ, അതായത് ഈ വാർഡിലെ കൗൺസിലർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അപ്പോഴും അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരെ വോട്ട് ചെയ്യാൻ ഇനി അനുവദിക്കില്ല, സമയം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയതാണ്. പതിവ് ഫോർമാറ്റിൽ നിന്ന് രാവിലെ മുതൽ ആളുകൾ ഇവിടേക്ക്. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.